എന്നെ ഒരിക്കൽ രാജേഷ് എന്ന് പേരുള്ള ഒരു പേഷ്യൻറ്റ് കോൺടാക്ട് ചെയ്തിരുന്നു. സഹിക്കാൻ പറ്റാത്ത ബാക്ക് പെയിൻ ആയിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. രാജേഷിന് പെയിന് ചെറിയ രീതിയിലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ഗ്യാസ് സിലിണ്ടർ എടുത്ത് പൊന്തിച്ചപ്പോഴാണ് പെയിന് ചെറുതായിട്ട് തുടങ്ങിയത്. വേദന കുറയ്ക്കാൻ വേണ്ടി രാജേഷ് ചെയ്തത് വേദനയുള്ള ഭാഗത്ത് ചൂട് പിടിച്ച ഉടനെ തന്നെ പെയിന് വല്ലാതെ കൂടി. പിന്നെ എണീക്കാനും പറ്റുന്നില്ല, വളരെ ബുദ്ധിമുട്ടായി. പിന്നെ 2-3 ദിവസം പെയിൻ കില്ലറൊക്കെ കഴിച്ചതിന് ശേഷമാണ് രാജേഷിൻ്റെ പെയിൻ കുറഞ്ഞത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ശരീരത്തിൽ എവിടെയെങ്കിലും വേദന വന്നു കഴിഞ്ഞാൽ അവിടെ ചൂടാണോ പിടിക്കേണ്ടത് അതോ തണുപ്പാണോ വെക്കേണ്ടത് എന്നുള്ള കാര്യം ഇപ്പോഴും അധികം ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ചില ഡോക്ടർമാർ പറയും ചൂട് പിടിക്കുന്നതാണ് നല്ലത്, മറ്റു ചില ഡോക്ടർമാർ പറയും ഐസ് പാക്ക് വെച്ചാൽ മതി. ഇതിലേതാണ് ശരിയെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വെൽക്കം ബാക്ക് ടു ഡോക്ടർ. നമുക്ക് തുടങ്ങാം. ചൂടും തണുപ്പും നമ്മളുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ ഇൻഫ്ലമേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പ്രാണി, ഒരു ഇൻസെക്റ്റ് കടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെറുതായിട്ടൊന്ന് തണുത്ത് വരും, ചെറുതായിട്ട് പൊന്തി വരും, അവിടെ ചിലപ്പോൾ ചെറിയ ചൊറിച്ചൽ പോലെ ഉണ്ടാവും. ഇതൊക്കെ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡീൻ്റെ ഒരു തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നമ്മളുടെ രോഗപ്രതിരോധ ശേഷിക്ക് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇതാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇനി ഇൻസെക്ട് ബൈറ്റിൽ മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ എന്ത് തരത്തിലുള്ള ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാലും ഇവിടെയെല്ലാം ഇൻഫ്ലമേഷനാണ് സംഭവിക്കുന്നത്. ഇൻഫ്ലമേഷൻ തന്നെ 2 തരത്തിലുണ്ട്. അക്യൂട്ടും ഉണ്ട്, ക്രോണിക് ഉണ്ട്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുന്നതും പെട്ടെന്ന് മാറുന്നതുമാണ്. ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ കുറേ സമയം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഇൻഫ്ലമേഷനാണ്. ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയി മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാവുന്നതാണ്. ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യുന്നത് ഇമ്മ്യൂൺ സിസ്റ്റമാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലാവട്ടെ പ്രധാന റോള് ഉള്ളത് പലതരത്തിലുള്ള ബ്ലഡ് സെൽസിലാണ്. ലിംഫോസൈറ്റ്സ് ഉണ്ട്, ന്യൂട്രോഫിൽസ് ഉണ്ട്, രക്തത്തിലുള്ള പലതരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇൻഫ്ലമേഷൻ തുടങ്ങുമ്പം ആ ഭാഗത്തേക്ക് രക്തോട്ടമാണ് കൂടുന്നത്. ആ ഭാഗത്ത് ഇൻഫ്ലമേഷൻ പ്രോസസ്സ് തുടങ്ങുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടായിട്ടുള്ള ഇഞ്ചുറി ഹീൽ ചെയ്യാനാണ് നമ്മളുടെ ബോഡി ശ്രമിക്കുന്നത്. ഇനി ഇങ്ങനെ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ്റെ ഭാഗമായി അധികം ആൾക്കാർക്കും പെയിൻ ഉണ്ടാവും. ഇങ്ങനെയുള്ള പെയിന് വരുന്ന സമയത്ത് അധികം ആൾക്കാരും വീട്ടിൽ നിന്ന് തന്നെ ആ പെയിന് കുറയ്ക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ പാരസെറ്റമോൾ കഴിക്കും, ചിലപ്പോൾ പെയിൻ കില്ലേഴ്സ് കഴിക്കും. ചൂടും തണുപ്പുമൊക്കെ മാറി മാറി പിടിച്ചു നോക്കും. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ മാത്രമേ അധികം ആൾക്കാരും ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ പോവാറുള്ളൂ. പക്ഷേ പെയിന് തുടങ്ങുന്ന സമയത്ത് അവിടെ ചൂടാണോ പിടിക്കേണ്ടത് അതോ ഐസ് പാക്ക് ആണോ വെക്കേണ്ടതെന്നുള്ളത് ഇപ്പോഴും അധികം ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിഷയമാണ്. ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ പെയിന് പകുതി വരെ 50% വരെയെങ്കിലും നിങ്ങൾക്ക് എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനും സാധിക്കും. ഇൻഫ്ലമേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇനി ചൂടും തണുപ്പും നമ്മളുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് പറയാം. ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിലും ചൂട് തട്ടുന്നതിനനുസരിച്ച് അങ്ങോട്ടുള്ള രക്തോട്ടം കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ചൂട് തട്ടുന്നതിനനുസരിച്ച് രക്തക്കുഴലെല്ലാം വികസിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വാസോ ഡൈലേഷൻ എന്നാണ് പറയുക. നമ്മൾ കുറേ സമയം പുറത്ത് വെയിലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ വിയർക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ചൂട് തട്ടുന്നതിനനുസരിച്ച് ഈ രക്തക്കുഴൽ വികസിക്കും, ആ ഭാഗത്തേക്ക് കൂടുതൽ രക്തോട്ടം ഉണ്ടാവും. ഈ പറഞ്ഞ രക്തക്കുഴൽ ചെറുതുമാവാം വലുതുമാവാം, ചെറിയ കാപ്പിലറീസും ഇതെല്ലാം ഓപ്പൺ അപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി തണുപ്പ് തട്ടുന്ന സമയത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് സംഭവിക്കുന്നത്. അതായത് നമുക്കെല്ലാവർക്കും തണുപ്പ് അൺകംഫർട്ടബിൾ ആണ്. തണുപ്പുണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഷ്രിങ്ക് ചെയ്യും, വിറയ്ക്കും. അതേപോലെ തന്നെ തണുപ്പ് തട്ടുന്ന സമയത്ത് ആ ഭാഗത്തുള്ള രക്തക്കുഴൽ കൺസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക, അതായത് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് അങ്ങോട്ടുള്ള രക്തോട്ടം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും മനസ്സിലാക്കിയാൽ ഇനി ഏതൊക്കെ സമയത്താണ് ചൂട് പിടിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് ഐസ് പാക്ക് വെക്കേണ്ടതെന്നുള്ളത് കുറച്ചും കൂടി എളുപ്പം നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ആദ്യം ഐസ് എപ്പോഴാണ് വെക്കേണ്ടതെന്ന് പറയാം. പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളൊരു മുറിവ് അല്ലെങ്കിൽ പെട്ടെന്ന് ഉളുക്കിപ്പോയി ഇങ്ങനെയുള്ള സമയത്ത് ആ ഭാഗത്ത് ഇൻഫ്ലമേഷൻ എന്തായാലും ഉണ്ടാകും. ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് രക്തോട്ടം കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. ഈ ഇൻഫ്ലമേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് പെയിൻ ഉണ്ടാകുന്നത്, നീർക്കെട്ടുണ്ടാവുന്നത്, സ്വെല്ലിംഗ് ഉണ്ടാവുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആ ഇൻഫ്ലമേഷനെ കുറച്ച് നിർത്തുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് പെയിനും കുറയ്ക്കാൻ സാധിക്കും. അതായത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഐസാണ്, തണുപ്പാണ്. ഇത് പെട്ടെന്നുണ്ടായിട്ടുള്ള മുറിവാവാം, ഓപ്പൺ ഇഞ്ചുറി ആവാം, അതായത് ബ്ലഡ് പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള ഇഞ്ചുറി ആവാം. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ട്, ആർത്രൈറ്റിസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ പെയിന് ഉള്ളതിൻ്റെ കൂടെ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റി കാരണം പെട്ടെന്ന് വെയിറ്റ് എന്തെങ്കിലും എടുത്ത് പൊന്തിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് വീണു, സ്പ്രെയിൻ ഉണ്ടായി, ഉളുക്കിപ്പോയി, ഇങ്ങനെ ഉണ്ടാകുന്ന പെയിനൊക്കെ അക്യൂട്ട് ഇഞ്ചുറിയാണ്. ഇങ്ങനെ തുടങ്ങുന്ന പെട്ടെന്നുണ്ടാകുന്ന പെയിനിനെല്ലാം തണുപ്പാണ് പിടിക്കേണ്ടത്. ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന അക്യൂട്ട് ഇഞ്ചുറീസിലെല്ലാം ഐസ് പാക്ക് വെക്കുന്നതിനനുസരിച്ചിട്ട് അങ്ങോട്ടുള്ള രക്തോട്ടം കുറയും. കാരണം വാസോ കൺസ്ട്രക്ഷനാണ് ഉണ്ടാകുന്നത്. അതിനനുസരിച്ച് ഇൻഫ്ലമേഷൻ കുറച്ച് നിർത്താൻ സാധിക്കും, പെയിന് കുറയ്ക്കാൻ സാധിക്കും, നീർക്കെട്ട് കുറയ്ക്കാൻ സാധിക്കും, സ്വെല്ലിംഗ് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെയും നിങ്ങൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഐസ് പാക്ക് വെക്കുമ്പോൾ 20 മിനിറ്റിലും കൂടുതൽ സമയം ഒറ്റ സ്ട്രെച്ചിൽ വെക്കാൻ പാടില്ല. ഐസ് ഒരിക്കലും നിങ്ങളുടെ സ്കിന്നിൽ ഡയറക്റ്റ് ടച്ച് ചെയ്യാൻ പാടില്ല. ഒന്നിക്കൽ ഐസ് പാക്കിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബാഗിലോ അല്ലെങ്കിൽ ഒരു തുണിയിൽ റാപ്പ് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. നിങ്ങൾക്ക് പ്രമേഹം അല്ലെങ്കിൽ സെൻസറി ലോസ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഒരു ഭാഗം തളർന്നിട്ടാണുള്ളത്, നിങ്ങൾക്ക് അവിടെ തൊടുന്നത് അറിയുന്നില്ല. ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ചൂടും തണുപ്പും പെയിനും ടെമ്പറേച്ചർ ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഐസ് വെക്കുന്നതിനനുസരിച്ച് സ്കിന്നിൽ ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു വേദന, അത് മുറിവ് കാരണമോ ഇഞ്ചുറി കാരണമോ ഉളുക്കി പോകുന്നതോ എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ, ആദ്യത്തെ 72 hours, അതായത് ആദ്യത്തെ ഒരു 3 ദിവസം വരെ നിങ്ങൾ അവിടെ ഐസ് പാക്കാണ് വെക്കേണ്ടത്. തണുപ്പാണ് കൂടുതലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതും പെയിന് കുറയ്ക്കാൻ സഹായിക്കുന്നതും. ഇനി നിങ്ങൾക്ക് ഐസാണോ വെക്കേണ്ടത് ചൂടാണോ വെക്കേണ്ടതെന്ന് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് സേഫ്ലി അവിടെ ഐസ് പാക്ക് വെക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള മുറിവോ ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഐസ് പാക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് കൂടുതൽ ഡാമേജ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ദിവസം 2 or 3 പ്രാവശ്യം വരെ ഇങ്ങനെ ഐസ് പാക്ക് വെക്കാം. ഒറ്റ സ്ട്രെച്ചിൽ 20 മിനിറ്റിൽ കൂടുതൽ വെക്കാതെ നോക്കിയാൽ മതി. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഷാർപ്പായിട്ടുള്ള പെയിൻ ഉണ്ട്, ആ പെയിന് പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറുന്നുണ്ട്, ലോക്കലൈസ്ഡ് പെയിനാണ്, ഇങ്ങനത്തെ പെയിനൊക്കെ കൂടുതലും ഇഫക്റ്റീവ് ആവുന്നത് ഐസ് തെറാപ്പിയാണ് അല്ലെങ്കിൽ കോൾഡ് തെറാപ്പിയാണ്. ഇനി നമുക്ക് ചൂട് എപ്പോഴാണ് പിടിക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് കുറേ കാലമായി നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള പെയിൻ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അവിടെ ചൂടാണ് പിടിക്കേണ്ടത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആർത്രൈറ്റിസ് ഉണ്ട്, ജോയിൻറ്റ് പെയിൻ ഉണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്. ഇതൊന്നും പെട്ടെന്ന് തുടങ്ങിയതല്ല, കുറേ കാലമായിട്ട്, കുറേ മാസങ്ങളായിട്ടുണ്ട്, ചിലർക്ക് കുറേ വർഷങ്ങളായിട്ടുണ്ടാവും. ഇങ്ങനെ മൈൽഡ് മുതൽ മോഡറേറ്റ് സിവിയറിറ്റിയുള്ള പെയിൻ ഉണ്ടെങ്കിൽ അവിടെ ചൂട് പിടിക്കുകയാണ് നല്ലത്. ചൂട് പിടിക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് രക്തോട്ടം കൂടുകയാണ് ചെയ്യുന്നത്. കാരണം വാസോ ഡൈലേഷൻ, രക്തക്കുഴൽ വികസിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ രക്തം ആ ഭാഗത്തേക്ക് എത്തും. ഹീലിംഗ് പ്രോസസ്സ് കുറച്ചും കൂടി ഫാസ്റ്റാക്കാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു ഇഞ്ചുറി, അക്യൂട്ട് ഇഞ്ചുറിയിൽ ചൂട് പിടിക്കാൻ പാടില്ല. കാരണം ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ ഓൾറെഡി ഇൻഫ്ലമേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അതിൻ്റെ പുറമെ ചൂടും കൂടി പിടിക്കുന്ന സമയത്ത് ആ ഇൻഫ്ലമേഷൻ പ്രോസസ്സ് കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ രാജേഷിൻ്റെ കേസിൽ ഇതാണ് സംഭവിച്ചത്. ഗ്യാസ് സിലിണ്ടർ പെട്ടെന്ന് എടുത്ത് പൊന്തിച്ചപ്പോഴാണ് രാജേഷിന് ബാക്ക് പെയിൻ തുടങ്ങിയത്. അവിടെ വന്നപ്പോൾ ഓൾറെഡി ഇൻഫ്ലമേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടെ ചൂട് പിടിക്കുന്ന സമയത്ത് അങ്ങോട്ട് വീണ്ടും രക്തോട്ടം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഉള്ള സ്വെല്ലിങ് വീണ്ടും കൂടും, പെയിന് പിന്നെയും കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചൂട് പിടിച്ചതിന് ശേഷം രാജേഷിന് കുറച്ചും കൂടി ബുദ്ധിമുട്ട് കൂടിയതും പിന്നെ എണീറ്റ് നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായതും. രാജേഷ് ശരിക്കും ചെയ്യേണ്ടത് അവിടെ ഐസ് പാക്ക് ആയിരുന്നു വെക്കേണ്ടത്. 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം പെയിന് കുറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് ശേഷം മാത്രമേ ഹീറ്റ് തെറാപ്പി തുടങ്ങാൻ പാടുള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചൂട് പിടിക്കുന്നത് പെട്ടെന്നുണ്ടായിട്ടുള്ള മുറിവിലോ ഇഞ്ചുറീസിലോ സ്പ്രെയിനിലോ അങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും വെക്കാൻ പാടില്ല. കുറേ കാലമായിട്ടുള്ള മൈൽഡായിട്ടുള്ള ഡൾ ഏക്കിംഗ് പെയിനിലൊക്കെ വേണമെങ്കിൽ വെക്കാം. ഇനി ചൂട് പിടിക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതും 20 മിനിറ്റ് മാക്സിമം 30 മിനിറ്റ്, അതിൻ്റെ മുകളിലേക്കൊന്നും ഒറ്റ സ്ട്രെച്ചിൽ വെക്കാൻ പാടില്ല. മാറി മാറി വെക്കുന്നതാണ് നല്ലത്. ചൂട് നിങ്ങൾക്ക് ചൂടുവെള്ളം ഒരു തോർത്തിലാക്കിയിട്ട് വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ബാഗ് ഉപയോഗിക്കാം. പ്രമേഹമുള്ളവർക്കോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തൊട്ടാൽ അറിയാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ, സെൻസറി ലോസ് ഉണ്ടെങ്കിൽ, ചൂടും തണുപ്പും പെയിനും ഒന്നും മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെയും ചൂട് കുറേ സമയം പിടിക്കുമ്പം ശ്രദ്ധിക്കണം. കാരണം അത് കാരണം സ്കിൻ ഡാമേജസ് ഉണ്ടാവാം, ആ ഭാഗത്തുള്ള ടിഷ്യൂവിൽ ഫർദർ ഡാമേജ് ഉണ്ടാവാം. അപ്പോൾ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ശരീരത്തിൽ വെക്കുന്നതിനനുസരിച്ച് നിങ്ങൾ സ്കിന്നിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നോക്കണം, അത് ശ്രദ്ധിക്കണം. അവിടെ കളർ ചേഞ്ചസ് വരാം. വല്ലാതെ റെഡ്നെസ്സോ അല്ലെങ്കിൽ പർപ്പിൾ കളറിലോ ബ്ലൂയിഷ് ഡിസ്കളറേഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചൂടാണെന്നുണ്ടെങ്കിലും തണുപ്പാണെങ്കിലും അത് പിടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇനി ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചൂടും തണുപ്പും മാറി മാറി അതേ ശരീരഭാഗത്തിൽ വെക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ചൂട് പിടിക്കണം. 20 മിനിറ്റ് ചൂട് പിടിച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് പാക്ക് വെക്കാം. പക്ഷേ ഇങ്ങനെ ചൂടും തണുപ്പും മാറി മാറി വെക്കുന്നതിന് മുമ്പേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പെയിന് അത് പെട്ടെന്ന് തുടങ്ങിയിട്ടുള്ളതാണോ അല്ലേ എന്നുള്ളതാണ്. പെട്ടെന്ന് തുടങ്ങിയിട്ടുള്ള പെയിനാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 2-3 ദിവസം ഐസ് പാക്ക് മാത്രം വെക്കുന്നതിനെ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് കൂടുതലും ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ഈ പെയിന് കുറേ ദിവസമായി തുടങ്ങിയിട്ട് കുറേ ആഴ്ചകളായിട്ടുണ്ടെങ്കിൽ ചൂടും തണുപ്പും മാറി മാറി വെക്കാം, അതിനെക്കൊണ്ടും ഇഫക്റ്റ് ഉണ്ടാവും. ചൂട് മാത്രം വെക്കുന്ന സമയത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്നുണ്ടായിട്ടുള്ള ഇഞ്ചുറീസിലൊന്നും ഒരിക്കലും ചൂട് മാത്രമായിട്ട് വെക്കരുത്. ഇനി ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ പെയിന് കുറയുന്നില്ല, സ്വെല്ലിങ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിൻ കില്ലേഴ്സ് കഴിക്കാം. പക്ഷേ പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പം അത് പാരസെറ്റമോൾ ആണെങ്കിലും മറ്റു തരത്തിലുള്ള പെയിൻ കില്ലേഴ്സ് ആണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അലർജി ഇല്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തേണ്ടതാണ്. ദീർഘകാലം ഇത്തരത്തിലുള്ള പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നതിന് മുമ്പേ പലതരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതുണ്ട്. പെയിൻ കില്ലേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക. 5 ദിവസം വരെ പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ടും നിങ്ങളുടെ പെയിനിൽ മാറ്റമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഡോക്ടേഴ്സിനെ ഓൺലൈനായി കൺസൾട്ടേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഡോഫോഡി ഉപയോഗിക്കാം.
സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡോഫോഡിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലത്തെ പെയിൻ നിങ്ങൾക്ക് ഉണ്ടായ സമയത്ത് നിങ്ങൾ അവിടെ ചൂടാണോ വെച്ചത് തണുപ്പാണോ പിടിച്ചത്? ആ കാര്യം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.